പേടിക്കണ്ട. സർ, പോലീസ്. കയറിക്കോളൂ. വരൂ വരൂ. ഈ കാശ് മുഴുവൻ മോഷ്ടിച്ചുണ്ടാക്കിയതാണല്ലേ? പോലീസ് ഓടിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ സ്ഥിതിക്ക് നാളെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താൻ പറ്റുമോ? നിങ്ങളെ പോലീസ് പിടിക്കില്ലേ? അതൊക്കെ പോകട്ടെ. ഇതുപോലെ വലിയ ഇടപാട് നടത്തുമ്പോൾ തീർച്ചയായും ഇത്രയും തുകയുടെ സോഴ്സ് സർക്കാരിനെ അറിയിക്കണ്ടേ? അത് എന്താ ചന്ദ്രപ്പ ഇത്? ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ അതോ ചിന്തിക്കാഞ്ഞിട്ടോ? സാരമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇത്രയും തുക ഞാൻ നിങ്ങൾക്ക് ദാനമായി തരുന്നതിന് രേഖകൾ ഉണ്ടാക്കാം. മാത്രമല്ല തികയാത്ത തുകയും ഞാൻ തന്ന് സഹായിക്കാം. ആ ഉണ്ണികൃഷ്ണ മേനോൻ ജംഗൽ ചേരിക്കാരുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത് എനിക്ക് കാണണം. ഈ ഉപകാരത്തിന് എന്ത് പ്രത്യുപകാരം ചെയ്യുമെന്നല്ലേ? എടോ, ഞാൻ എന്നും എല്ലാവരെയും സഹായിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ടും ഞാനും എന്റെ ഭാര്യയും ഇപ്പോഴും തീ തിന്നുകയാ. എന്താ സാർ? പട്ടാപ്പകൽ ഞങ്ങളുടെ മോള് ഒരു റൗഡിയോടൊപ്പം ഇറങ്ങിപ്പോയത് കണ്ടതല്ലേ? അവൾക്കൊരു ബുദ്ധിമോശം പറ്റി. ഞങ്ങളത് ക്ഷമിക്കുകയും ചെയ്തു. ഒരുപാട് പ്രാവശ്യം തിരിച്ചു വിളിച്ചതാ, ഒന്നില്ല. ആ റൗഡി വിട്ടില്ലെന്ന് പറയുന്നതായിരിക്കും ശരി. നാളെ അവളുടെ അമ്മയെ ഒരു മേജർ ഓപ്പറേഷനായി ബോംബെക്ക് കൊണ്ടുപോവുക. കുറച്ച് സീരിയസാ. രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഒരുപക്ഷെ ഇത് അവളുടെ അവസാനത്തെ ആഗ്രഹമായിരിക്കും. തളർന്നുറങ്ങുന്നത് കണ്ടില്ലേ? ഞാൻ ചെയ്യാൻ പോകുന്ന ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ട് ചോദിക്കുക. എന്റെ മോളെ ഒന്നുകൂടെ എത്തിക്കൂ. ഒരിക്കൽ കൂടി ഒന്ന് കാണാനാ. ഞാൻ കൊണ്ടുവരാം. സ്വന്തം അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് അറിഞ്ഞാൽ ഏത് മകൾക്കാ വരാതിരിക്കാൻ പറ്റില്ല. അമ്മ മരിച്ചെന്നറിഞ്ഞാൽ പോലും അവൾ വരില്ല, അവനെ പേടിച്ച്. പിന്നെ എന്ത് ചെയ്യും? ഒന്നും അറിയിക്കാതെ ഇവിടെ വരുത്തണം. ഞങ്ങളോടുണ്ടെന്ന് പോലും പറയരുത്. അത് ഞാൻ ഏറ്റു. എന്ത് കള്ളം പറഞ്ഞും ഞാനിവിടെ എത്തിക്കാം. അമ്മയും മോളും നേർക്ക് നേർ കാണുമ്പോ എല്ലാം നേരെയാവും. ഇതാ വണ്ടിയുടെ താക്കോൽ. അല്ല, ഈ പണം കുറച്ചു നേരത്തേക്ക് ഇവിടെ ഒന്ന് സൂക്ഷിക്കുന്നതിൽ വിരോധമില്ലല്ലോ? ഈ കാശ് എന്ന് പറയുന്ന സാധനം അപകടകാരിയാ. അത് ഇവിടെ വെക്കണോ? സാർ, അങ്ങനെ പറയരുത്. ഇതും ചുമന്നുകൊണ്ട് നടന്ന കുഴപ്പമുണ്ട്. ശരി ശരി സാർ. കരുണേട്ടൻ? കരുണൻ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഗംഗയെ കൂട്ടിക്കൊണ്ടുവരാൻ എന്നെ പറഞ്ഞയച്ചതാ. എന്നെയോ? എന്തിന്? അത് പിന്നെ ആരെങ്കിലും ഇവിടെ വന്ന് വീണ്ടും വല്ല അക്രമവും കാണിക്കുമെന്ന് പേടിച്ചിട്ടാ. കരുണൻ അങ്ങനെ ഒരു സൂചന കിട്ടി. ഞാൻ വരാം. ചന്ദ്രപ്പ, അല്ല നീ ഗംഗയും കൊണ്ട് എങ്ങോട്ടാ? കരുണൻ പറഞ്ഞിട്ടാ. ഇവിടെ എല്ലാരും വലിയ പ്രതീക്ഷയിലാ. നാളെ രജിസ്ട്രേഷൻ. കുറച്ച് കാശിന്റെ കുറവുകളുണ്ട്. എല്ലാം നേരെയാവും. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. വാ, കയറിയാ. എപ്പോഴായിരുന്നു സംഭവം? ഷോപ്പിങ്ങിനാണെന്ന് പറഞ്ഞ് പുറത്തു പോയതാ എന്റെ കുട്ടി. ഒരുപാട് വൈകിയപ്പോ പേടിയായി. കാറ് മാത്രം ഇവിടെ കിടപ്പുണ്ട്. എന്റെ മോൾക്ക് എന്തെങ്കിലും, കുട്ടിക്ക് ഏതെങ്കിലും ലവോ മറ്റോ? ഏയ്, ഒരു മണ്ണാങ്കട്ടിയില്ല. എനിക്കറിയാം, തട്ടിക്കൊണ്ടുപോയതാ. ആര്? ആ ചന്ദ്രപ്പനും കൂട്ടിനും പ്രതികാരം തീർത്തതാ. അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി സ്ഥലം തട്ടിയെടുക്കാനുള്ള പരിപാടി. ചന്ദ്രപ്പനും കർണനും ഞങ്ങൾക്കറിയില്ല സാർ. അറിയില്ലേ? ഒളിപ്പിക്കാൻ ശ്രമിക്കണ്ട. അവരിവിടെ വന്നിട്ടില്ല സാർ. എല്ലാത്തിനെയും വിളിച്ചുണർത്തി ഓരോ വീടും കയറി ഇറങ്ങി പരിശോധിക്കാൻ അറിയാമല്ലാഞ്ഞിട്ടല്ല. പാതിരാത്രിയിൽ റെയ്ഡ് ചെയ്തൊന്നുള്ള ക്രെഡിറ്റ് എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കണം സാർ. മനസ്സമാധാനത്തോടെ ഇവിടെ ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. നാളെ എല്ലാവരും ഒളിഞ്ഞു പോകണ്ടല്ലേ? ചന്ദ്രപ്പനും കർണനും ആ മേനോന്റെ മകളെ തട്ടിക്കൊണ്ടു പോയിരിക്കുക. അറിയണോ നിനക്കൊക്കെ? ചേരി ഒഴിഞ്ഞു കൊടുക്കാതിരിക്കാനുള്ള അവന്റെയൊക്കെ അടവ്. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവനെയൊക്കെ ഞാൻ പൊക്കും. ഇവിടെ എങ്ങാനും വന്നാല് ആ നിമിഷം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചേക്കണം. പോലീസ് എന്ത് പറഞ്ഞിട്ടാ പോയത്? കരുണേട്ടാ, എന്താ പ്രശ്നം? ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുക. ചന്ദ്രപ്പഴ വന്നു ഗംഗയും കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. കരുണേട്ടൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. കാശ് വല്ലതും ഉണ്ടോ അവന്റെ കയ്യില്? ഉള്ളത് മുഴുവൻ അവന്റെ കയ്യില. എങ്കിലും അവൻ മുങ്ങിയതാ. പാതിരാത്രി ഇവിടെ വന്നവൻ ഗംഗയെ കൂട്ടിക്കൊണ്ട് പോയപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അവൻ ഗംഗയെ അടിച്ചുകൊണ്ട് തലം വിട്ടതാ. ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് തീർക്കുന്ന എന്തിനാ?
ചന്ദ്രപ്പനോട് പോയി തീർക്കാം. എന്റെ മോളെ, നീ ഇവിടെ ഉണ്ടെന്ന് ഈ ചെറുമ്പിനെ പോലും അറിയില്ല. ഈ സാധനത്തെ നമ്മൾ എങ്ങനെ ബോംബെയിലെത്തിക്കും? ബൈ എയർ. വരൂ, ഞാൻ വിളിച്ചോണ്ട് വരാം. ഇരിക്കെ. ഗംഗയെ കൊണ്ടുവന്നിട്ടുണ്ട്. അവള് കരുണനെ അന്വേഷിക്കുന്നു. അമ്മയെ കാണുമ്പോൾ അവളെല്ലാം മറക്കും. എനിക്കൊന്ന് പുറത്തു പോയേ പറ്റൂ. കരുണൻ എവിടെ ഉണ്ടെന്ന് അറിയണം. ആ പൈസ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ചന്ദ്രപ്പ, നീ ഈ വഴിക്ക് പോയിക്കോ. നീ പോകുന്ന അവൾ കാണണ്ട. ഓ, പറഞ്ഞു കൊടുക്കും. കരുണ, എല്ലാം ആ ഗോപാൽജിയുടെ ചതിയായിരുന്നു. കർണേട്ടനെ വീണ്ടും പഴയ നിലയിൽ കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ ഒന്നും പറയാതിരുന്നത്. കയ്യിൽ ഇന്ന് രൂപയുടെ അതാ ഗോപാൽജിയുടെ കയ്യിലാ. ഗംഗയെ രക്ഷിക്കുന്നതിനിടയിൽ അതൊന്നും ഓർത്തില്ല. മേനോന്റെ മകൾ ഗാഥ അവിടെയുണ്ട്, ഞാൻ കണ്ടതാ. അവളെ രക്ഷിക്കണം. അന്നപ്പാ, നീ ഗംഗ കൊണ്ട് വീട്ടിലേക്ക് വെക്കോ. നിങ്ങൾ വാ. എന്റെ ആനയെ നശിപ്പിച്ച പോലെ ഒരു പെണ്ണിനെയും കൊരുത്തു കൊടുക്കാൻ ഞങ്ങൾ ഇനി സമ്മതിക്കണം. എവിടെടാ ഗാഥ? എനിക്കറിയില്ല. പറയാൻ. അവളെ കൊണ്ട് എയർപോർട്ടിലേക്ക് പോയി. ആര്? ഈക്കെ. എത്ര മണിക്കാണ് ഫ്ലൈറ്റ്? 6:30. സ്ട്രെച്ചർ കേസ് പാസഞ്ചർ മിസ് ഗാഥ മേനോൻ. യെസ്. ടിക്കറ്റ് ബ്ലോക്ക് ചെയ്തപ്പോ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് കാണിക്കാൻ പറ്റില്ല. ഇത് RMO സർട്ടിഫിക്കറ്റ്, ഇന്റർനെറ്റ് ബോർഡ്. കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് അൺകോൺഷ്യസ് ആണ്. വൈകിട്ട് 4:30 ബോംബെ ജസ്ലോക്ക് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ. ഓ, സീറ്റ്സ് ആർ അവൈലബിൾ. ഓക്സിജൻ റിക്വസ്റ്റ് വേണ്ടെന്ന് സർട്ടിഫിക്കറ്റിലുണ്ട്. ഓക്കെ, താങ്ക് യു. 3 മണിക്കൂർ നേരത്തേക്ക് സെഡേഷൻ കൊടുത്തിട്ടുള്ളൂ. സാർ, ഫ്ലൈറ്റ് ലേറ്റ് ആയാൽ ബോധം തെളിയും. മരുന്ന് കയ്യിലില്ലേ? ബോധം തെളിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ കൂടെ കൊടുത്തേക്കും.
ഇന്ന് അവസാനത്തെ ദിവസമല്ലേ? കൈ നിറയെ കാശുമായി പാവങ്ങളുടെ പടത്തലവന്മാർ പാഞ്ഞെത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ തന്നെ കാത്തു നിന്നത്. എവിടെ എന്റെ മോള്? പറയടാ. അയ്യോ എന്റെ പൊന്നു മോളെ. 5-6 മാസങ്ങൾക്ക് മുമ്പേ ബോംബെയിലെ പെൺവാണിഭ സംഘങ്ങൾക്ക് ഈ പെൺകുട്ടികളെ ഓരോരുത്തരെയും വില പറഞ്ഞ് വിറ്റ് കാശ് വാങ്ങിച്ചു കഴിഞ്ഞു ഈ മഹാൻ. ആരും അത്ഭുതപ്പെടണ്ട, സത്യ തെളിവുണ്ട് ഇതിനൊക്കെ. ഈ കാശ് മൊത്തം ഇവിടുന്ന് തന്നെ മോഷ്ടിച്ചുണ്ടാക്കിയതാ. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ അത് തിരിച്ചു തന്നേക്കാം. എനിക്ക് തെറ്റുപറ്റി, ഞാൻ തോറ്റുപോയി, രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എങ്ങോട്ടെന്ന് വെച്ചാ എല്ലാരും ഇറങ്ങിപ്പോയ്ക്കോ. ചന്ദ്രപ്പ, പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിയാത്തവനാ ഞാൻ. പോട്ടടാ എല്ലാരും. വേണ്ട, ആരും പോവണ്ട. ഇനി ഞങ്ങൾ ആരും അവകാശം പറഞ്ഞ് ചെങ്ങച്ചേരിയിലേക്ക് വരില്ല. ഏത് ഡോക്യുമെന്റ്സിലും സൈൻ ചെയ്തു തരാൻ തയ്യാറാ. സ്വന്തം ജീവൻ പോലും മറന്ന എന്നെ ഈ പെൺകുട്ടികളെയും ഇവർ രക്ഷപ്പെടുത്തിയത്. എന്നെക്കാളും വലുതാണോ അച്ഛനാ ഭൂമി? എനിക്ക് നിങ്ങളോട് പറയാൻ ഒന്നേ ഉള്ളൂ.